ഹായ് ഗൈസ്. അപ്പം ഞാൻ ഇന്ന് വന്നേക്കുന്ന എൻ്റെ സ്കിൻ കെയർ പ്രോഡക്ട്സിനെ പറ്റി പറയാനാണ്. നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുള്ള ഒരു സ്കിന്നാണ്. അതുപോലെ തന്നെ സെൻസിറ്റീവ് ആണ്. എന്തെങ്കിലും പറ്റാത്ത ഒരു സാധനം യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് പണി കിട്ടുന്ന സ്കിന്നും കൂടിയാണ് എൻ്റെത്. അപ്പം ഫസ്റ്റ് ഞാനിപ്പോൾ റീസെൻ്റ്ലി യൂസ് ചെയ്യുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് വാഷ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഈ ഫോക്സ് ടെയിലിൻ്റെ ഇതാണ്. ഫോക്സ്റ്റെയിലിന്റെ പപ്പായയുടെ ഈ ഒരു ഫേസ് വാഷ് ആണ് ഞാൻ റീസെന്റ് യൂസ് ചെയ്യുന്നത്. ഇത് നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ്. ഞാൻ എൻ്റെ ഷോർട്സിലും പറഞ്ഞിട്ടുണ്ട്. ഇത് ഭയങ്കര അടിപൊളിയാണ്. നമ്മുടെ സ്കിന്ന് ഭയങ്കര സ്മൂത്ത് ആക്കും. അതുപോലെ പിഗ്മെന്റേഷൻ ഒക്കെ കുറച്ച് വരുന്നുണ്ട്. ടാനൊക്കെ റിമൂവ് ആയി ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഇതാണ് ഞാൻ റീസെന്റ് യൂസ് ചെയ്യുന്ന. അപ്പം ഇത് ബാരിയർ റിപ്പയറിന്റെ സെറമാണ് ഡോട്ട് ആൻഡിയുടെ. ഇത് ഭയങ്കര അടിപൊളി പ്രോഡക്റ്റ് ആണ്. അടിപൊളി പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എൻ്റെ സ്കിന്നൊക്കെ നല്ല രീതിയിൽ ക്ലോറിൻ വാട്ടർ ഒക്കെ യൂസ് ചെയ്തിട്ട് ഡാമേജ്ഡ് ആയിട്ടിരിക്കുമായിരുന്നു. ആ ഡാമേജ് ഒക്കെ ഫുള്ള് മാറ്റിയ ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഡോട്ട് ആൻഡിയുടെ ഈ ഒരു സെറം. ഇതെനിക്ക് തോന്നുന്നു എല്ലാവർക്കും യൂസ് ചെയ്യാൻ. ഞാൻ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ സ്കിന്നിനും പറ്റും. ഇത് നമ്മുടെ സ്കിന്നിന് കുറച്ച് ഫ്ലഫി ആക്കി നിർത്തും. ഭയങ്കര അടിപൊളിയാണ്. ഞാൻ എത്രത്തോളം യൂസ് ചെയ്തതിന് പാതിയേ ഉള്ളൂ. ഡോട്ട് ആൻഡിയുടെ പ്രോഡക്റ്റ് തന്നെയാണ് ഞാൻ വീണ്ടും നമ്മുടെ മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് ഡോട്ട് ആൻഡിയുടെ സെറമൈഡ്സ് ആൻഡ് ഹൈഡ്രോളിക് ബാരിയർ റിപ്പയർ മോയ്സ്ചറൈസർ ആണ്. ഇതും ബാരിയർ റിപ്പയർ ആണ്. അതും എല്ലാം ബാരിയർ റിപ്പയറിന്റെ പ്രോഡക്ട്സുകളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കാരണം അത്രത്തോളം എൻ്റെ സ്കിന്ന് ഡാമേജ്ഡ് ആയിട്ടിരിക്കുമായിരുന്നു. ഭയങ്കര ഡ്രൈ ആയിരുന്നു. അങ്ങനെ ഇത് ഏറ്റവും അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഫ്രാഗ്രൻസ് ഒക്കെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര അടിപൊളിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻസിറ്റീവ് സ്കിന്നിന് പറ്റാത്ത ഒരു സാധനമാണ് ഈ ഫ്രാഗ്രൻസ്. അപ്പൊ ഈ ഫ്രാഗ്രൻസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ സ്കിന്നിന് ഭയങ്കര അടിപൊളിയാണ്. പിന്നെ ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് ഡ്രൈ കോമ്പിനേഷൻ ആൻഡ് സെൻസിറ്റീവ് സ്കിൻ എന്നാണ്. പിന്നെ എൻ്റെ pH 5.5 ആണെന്ന് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ബ്രേക്ക് ഔട്ട്സ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മോയ്സ്ചറൈസറും ഈ ഒരു സെറവും കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ സംഭവം പോയി കിട്ടും. അതായത് നമുക്ക് ഏതെങ്കിലും കുരുവൊക്കെ ബ്രേക്ക് ഔട്ട്സ് വരുന്ന ചെറിയ കുരു വന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ഇത് രണ്ടും കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ വഴിക്കങ്ങ് പോയി കിട്ടും. പിന്നെ നമ്മൾ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യാതിരുന്നാൽ മതി. അതും ഇതിന്റെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇത് നല്ല രീതിയിൽ ഒരു ഡേ ഫുള്ളൊക്കെ ഹൈഡ്രേഷൻ നിൽക്കും. ഇതിനകത്ത് ഇവർ 72 hours ആണ് പറയുന്നത്. അത് ഡോട്ട് ആൻഡ് കീയുടെ തന്നെ ബ്ലൂബെറിയുടെ ബാരിയർ റിപ്പയർ സൺസ്ക്രീൻ ആണ്. ഇതിന് ഭയങ്കര ലൂസ് കൺസിസ്റ്റൻസിയാണ്. ഭയങ്കര അടിപൊളിയാണ്. ഞാൻ ഇപ്പോൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. എനിക്ക് ജസ്റ്റ് കാണിച്ചു തരാം ഇത് എത്രത്തോളം നമ്മുടെ സ്കിന്നിൽ ഭയങ്കര പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലോട്ട് ഇത് അബ്സോർബ് ആയി പോകും. ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഗ്ലോയി നമ്മുടെ ഫേസിന് പെട്ടെന്ന് കിട്ടുന്ന ഒരു സാധനമാണ്. ഇതിന് പക്ഷെ 595 രൂപയാണ്. പക്ഷെ ഡ്രൈ സ്കിന്നിനും സെൻസിറ്റീവ് സ്കിന്നിനും ഒക്കെ നല്ല അടിപൊളിയാണ്. ഇത് നോൺ ഗ്രീസി ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ക്ലെൻസർ ഈ ഇടയ്ക്കാണ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ ക്ലെൻസർ ആയിട്ട് ഞാൻ ഇപ്പൊ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫോക്സ്റ്റെയിലിന്റെ തന്നെ പ്രോഡക്റ്റ് ആണ്. ഇതെല്ലാം മൊത്തത്തിൽ ഒരു ബ്ലൂമയമാണ് എന്ന് നിങ്ങൾ വിചാരിക്കും. ബ്ലൂമയമാണ് എൻ്റെ പ്രോഡക്ട്സ് എല്ലാം. ഫുൾ ബ്ലൂമയം പ്രോഡക്ട്സുകളാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് മൊത്തം. എല്ലാം ബ്ലൂമയം നിറഞ്ഞ സാധനങ്ങളാണ്. അതായത് സൺസ്ക്രീൻ ആണെങ്കിലും മോയ്സ്ചറൈസർ ആണെങ്കിലും സെറം ആണെങ്കിലും എല്ലാം ഒരു ബ്ലൂമയം